ഷാരോൺ കേസിലെ വിധി ചേംബർ ജഡ്ജി എത്തിയെന്ന വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ശിക്ഷാവിധിയിൽ വാദം ഉടൻ തുടങ്ങാൻ പോകുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീറാണ് അതിൽ വിധി പറയുക. സജോ ദേവസ് ചെയ്യുന്നു. സജോ, കോടതി ഇരുന്നോ? വിധിയിൽ വാദം തുടങ്ങിയോ? ഹാഷ്മി, കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയാനുള്ളത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീറാണ് ഈ കേസിൽ വിധി പറയുക. നേരത്തെയും കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതാണ്. ഇനിയിപ്പോൾ ഫൈനൽ ഹിയറിംഗ് അഥവാ അന്തിമവാദത്തിനുള്ള അവസരമാണ് കോടതിയിൽ ഉള്ളത്. അതായത് രണ്ട് പ്രതികൾക്കും പറയാനുള്ള അവസരം നൽകുക. പ്രതിഭാഗം അഭിഭാഷകരും പ്രോസിക്യൂഷൻ അഭിഭാഷകരും കോടതിയിൽ ഇന്ന് അവരുടെ വാദമുഖങ്ങൾ നിരത്തും. അതായത് ഇനിമേൽ ശിക്ഷയിന്മേലുള്ള വാദം എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം പൂർത്തിയായതാണ്. രണ്ട് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയതാണ്. പ്രധാന പ്രതിക്കെതിരെ പ്രധാനപ്പെട്ട ചാർജുകൾ, പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ചാർജുകളൊക്കെ കോടതിയിൽ തെളിഞ്ഞതാണ്. അതായത് കൊലപാതകം, ഈ ആസൂത്രണം ഉൾപ്പെടെ അതിൽ എല്ലാ കാര്യങ്ങളും തെളിഞ്ഞതാണ്. അതിൽ ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മിക്ക വാദങ്ങളും പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങളൊക്കെ തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്തതാണ്. ഇപ്പോൾ പ്രതിഭാഗം ഈ ശിക്ഷയിൽ കാര്യമായ കടുത്ത ശിക്ഷ നൽകരുത് എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കാനായിരിക്കും ശ്രമിക്കുക. അതിൽ ഏറ്റവും പ്രധാനമായും അവർ പറയുന്നത് പ്രതിയുടെ പ്രായം പരിഗണിക്കണം, തിരുത്താനുള്ള സാധ്യത. ചെറിയ പ്രായത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ഉണ്ടായത്. അതുകൊണ്ട് തിരുത്താനുള്ള ഒരു സാധ്യതയടക്കം സംവിധാനങ്ങൾ നൽകേണ്ടതാണ്. അതായത് ശിക്ഷ എന്നതൊരു കറക്ഷണൽ പ്രോസസ്സ് ആണല്ലോ നിയമത്തിൻ്റെ കണ്ണിൽ. അതുകൊണ്ട് തിരുത്താനുള്ള അവസരം വേണം. പ്രതിയുടെ പ്രായം, വിദ്യാർത്ഥിയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക. അതുവഴി ഈ ശിക്ഷയിൽ പരമാവധി ശിക്ഷയൊന്നും ലഭിക്കാതെ ചെറിയ ശിക്ഷയിലേക്ക്, അതായത് ജീവപര്യന്തത്തിൻ്റെ സാധ്യതയാണ് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുക, അത്തരം ഒരു ശിക്ഷയിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടിയുള്ള വാദമുഖങ്ങൾ നിരത്തുക എന്നതാണ്. അതേസമയം പ്രോസിക്യൂഷൻ ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു സ്വഭാവം മുതൽ അങ്ങോട്ടേക്ക് ഇതിൽ സംഭവിച്ചിട്ടുള്ള ക്രൂരത, അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരു ആസൂത്രണം, അങ്ങനെ വരുമ്പോൾ പ്രതിയുടെ ക്രിമിനൽ മൈൻഡ്, അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇളവിൻ്റെ ആവശ്യം ഇല്ല എന്നതാണ്. ഒരു ഘട്ടത്തിലും പശ്ചാത്തപിക്കുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിച്ചിട്ടേ ഇല്ല. അതായത് ഈ കുറ്റബോധം പ്രകടിപ്പിക്കുന്ന ഒരു നില ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ഒരു കാര്യം. അതായത് ഒരു കുറ്റകൃത്യം നടന്നു, അതിൽ പശ്ചാത്തപിക്കുന്ന ഒരാളാണെങ്കിൽ തിരുത്തലിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്കും തിരുത്തും എന്ന പ്രത്യാശ, പ്രായം പരിഗണിക്കേണ്ട ഒരു സാധ്യതയൊന്നും ഇക്കാര്യത്തിലില്ല. കാരണം വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്തി, അത് പരാജയപ്പെട്ടു. പിന്നീട് ഈ വിശ്വാസം മുതലെടുത്തുകൊണ്ട്, സുഹൃത്തിന് തന്നിലുള്ള വിശ്വാസം മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് പോലും സംഘടിപ്പിക്കുന്നത്. ആദ്യം ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞ് ആ വിശ്വാസം മുതലെടുത്തു. അങ്ങനെ ആ വിശ്വാസം മുതലെടുത്ത് വലിയൊരു വഞ്ചന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് പോയത്. ആദ്യം ജ്യൂസാണ്, പിന്നീട് താൻ കൈപ്പുള്ളത് തന്നാലും കുടിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചാണ് രണ്ടാമത് കഷായത്തിൽ മാരക കളനാശിനി കലർത്തുന്നത്. അതിനുവേണ്ടി എടുത്തിട്ടുള്ള ആസൂത്രണം മുതൽ അങ്ങോട്ടേക്ക് പ്രതിയുടെ കുറ്റവാസന എന്നത് പ്രധാനമായ ഒരു കാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ശിക്ഷയിന്മേലുള്ള അന്തിമവാദം നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. അതേസമയം പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തൽ സാധ്യതയും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കനത്ത ശിക്ഷയിലേക്ക് പോകരുത് എന്ന വാദം മുന്നോട്ട് വയ്ക്കാനാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇരട്ട ജീവപര്യന്തം വിധിച്ചാൽ അത് പ്രത്യേകമായി അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഒരുമിച്ച്, അല്ലെങ്കിൽ ഓരോ കേസിലും ഓരോ ചാർജിനും ഓരോ ശിക്ഷയായിരിക്കും. അതായത് കൊലക്കുറ്റത്തിനും ഒരു ശിക്ഷയും മറ്റ് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് ഓരോ ചാർജുകൾക്കും ഓരോ ശിക്ഷയായിരിക്കും. അത് പ്രത്യേകം അനുഭവിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കാലാവധി നീണ്ടുപോകും. അതേസമയം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെങ്കിൽ ആ ശിക്ഷകൾക്കെല്ലാം കൂടി ഒരേ കാലയളവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. അതേസമയം പരമാവധി ശിക്ഷയെ വധശിക്ഷ എന്ന വാദം മുന്നോട്ട് വെച്ചാൽ തന്നെയും ആ കേസിൻ്റെ സ്വഭാവത്തിൽ കോടതി എത്തിച്ചേരുന്ന നിഗമനം അതിൽ പ്രധാനമാണ്. സമീപകാലത്തൊന്നും അത്തരം, അതായത് വധശിക്ഷ എന്ന ഒരു സാധ്യത സാധാരണഗതിയിൽ പരിഗണിക്കപ്പെടാറില്ല എന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ കേസിലും അങ്ങനെ അത്യപൂർവ സ്വഭാവത്തിലാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് കോടതി എത്തിയാൽ മാത്രമേ പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുള്ളൂ. വിധിയിൽ വാദം തുടങ്ങാൻ പോവുകയാണ്. അപൂർവമാണ് വധശിക്ഷ വേണം, പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ആവശ്യപ്പെടും. അത് കോടതി മുഖവിലക്കെടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിന് വ്യക്തതയും വരും. ഒരുപക്ഷെ ശിക്ഷാവിധി പ്രഖ്യാപനം ഇന്ന് അല്ലെങ്കിൽ മറ്റൊരു ദിവസം.